ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ഈ ഡയലോഗ് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കാണും, നിങ്ങളോട് വളരെയധികം ആളുകൾ പറഞ്ഞു കാണും. ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒരു ഡയലോഗാണ് ഇത്. എന്തുകൊണ്ട്? ഉദാഹരണത്തിന്, ഒരു വിനോദയാത്ര പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് പറയുന്നു നമുക്ക് കൊടൈക്കനാൽ പോകാം, ഭാര്യ പറയുന്നു മൂന്നാർ പോകാം. അവസാനം കൊടൈക്കനാലിൽ പോയി എന്നിരിക്കട്ടെ, പോകുന്ന വഴിക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചറാകും. അപ്പോൾ ഭാര്യ പറയും ഞാൻ അപ്പോഴേ പറഞ്ഞതാ മൂന്നാർ പോകാമെന്ന്. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, സഹപ്രവർത്തകർ തമ്മിൽ, ബോസ് ജീവനക്കാരോട്, ജീവനക്കാർ ബോസിനോട് ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ തീരുമാന പ്രകാരം കാര്യങ്ങൾ ചെയ്താലും അവിടെയും ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു തീരുമാനം അത് കുടുംബമായാലും സംഘടനകളായാലും ഓഫീസിൽ ആയാലും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം നിൽക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതിന്റെ ഭാഗത്ത് വീഴ്ചകൾ വരുമ്പോൾ അതിനെ നിങ്ങളുടെ അഭിപ്രായം എടുക്കാത്തത് കൊണ്ടാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാതെ, വിമർശനപരമായിട്ട് കാണാതെ അതിന്റെ ഒപ്പം നിൽക്കുക, അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുക. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്ന ഡയലോഗ് ഓരോ പ്രാവശ്യം പറയും തോറും അത് കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള മാനസികമായ അകൽച്ച കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്ന ഡയലോഗ് നമുക്ക് ഇനി പറയാതിരിക്കാം.